വാൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കാർലോസ് റിയർവ്യൂ മിററിലൂടെ ശ്രദ്ധിച്ചു. പിന്നിലൂടെ സംശയകരമായ രീതിയിൽ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ലക്ഷ്യം തെറ്റിയ കൊലയാളി തൽക്കാലത്തേക്ക് പിൻവാങ്ങിയോ? ജിപ്സി ടൗൺ വിട്ടു. ക്വാർട്ടേഴ്സിലേക്കുള്ള വഴിയിലേക്ക് തിരിയാൻ നേരത്താണ് കീശയിൽ തപ്പി നോക്കിയത്. ഛേ, സിഗരറ്റ് തീർന്നിരിക്കുന്നു. ഒരു കട കണ്ട് അയാൾ ബ്രേക്ക് അമർത്തി. എഞ്ചിൻ ഓഫ് ചെയ്യാതെ തന്നെ ഇറങ്ങി കടയിലേക്ക് ചെന്നു. ഒരു പാക്കറ്റ് വിൽസ്. കടക്കാരൻ സിഗരറ്റ് എടുക്കാൻ തടിപ്പെട്ടിയിലേക്ക് കൈയിട്ടതേയുള്ളൂ. ആ പ്രദേശത്തെ ആകെ നടുക്കിക്കൊണ്ട് ഒരു സ്ഫോടനം. കാർലോസും കടക്കാരനും ഒപ്പം ഞെട്ടിത്തിരിഞ്ഞു. ജിപ്സി തീ പിടിച്ച് ഭാഗങ്ങളായി ചിതറിത്തെറിക്കുന്നതാണ് കണ്ടത്. അതിന്റെ ഒരു ഡോർ കടയ്ക്ക് നേരെ പറന്നു വരുന്നത് കണ്ട് കാർലോസ് ഓടി മാറി. ഡോർ വന്നിടിച്ച് മിഠായി ഭരണിയും മറ്റും ചിതറിപ്പോയി. കടക്കാരൻ അലറിക്കൊണ്ട് ഇറങ്ങി ഓടി. ഒരു സ്ഫോടനം കൂടി. ജിപ്സിയുടെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചതായിരുന്നു അത്. ശ്വാസം നിലച്ചു പോകുന്നത് പോലെ കാർലോസിന് തോന്നി. താൻ സിഗരറ്റ് വാങ്ങുവാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ. രാത്രി 9 മണി. ക്രൈംബ്രാഞ്ച് SP കാർലോസ് വളരെ പരിശീലനായാണ് ക്വാർട്ടേഴ്സിൽ വന്ന് കയറിയത്. ജീപ്പ് സ്ഫോടനത്തിന് പിന്നാലെയായിരുന്നു ഇതുവരെ. ഇതേപോലെയാണ് ആ കുഴൽപ്പണക്കേസ് സംബന്ധിച്ച കാർ ബോംബ് സ്ഫോടനവും നടന്നത്. അതിൽ നിന്നും രണ്ടും ചെയ്തത് ഒരാൾ തന്നെയാണെന്ന് തീർച്ചയായിരിക്കുന്നു. പ്രൊഫഷണൽ കില്ലർ തന്നെ. കോളിംഗ് ബെൽ അമർത്തി. ദിനേശൻ വന്ന് വാതിൽ തുറന്നു. എന്താടാ? അവന്റെ മുഖം വിളറിയിരിക്കുന്നത് കണ്ട് അയാൾ തിരക്കി. ഒന്നുമില്ല സർ. ഉച്ചയ്ക്ക് താൻ കണ്ട ദിനേശ് അല്ല ഇപ്പോൾ എന്ന് അയാൾക്ക് തോന്നി. അത്രയ്ക്കുണ്ട് മാറ്റം. ഭീതിയോ അവശതയോ എന്താണെന്ന് വ്യക്തമാകാത്ത ഭാവം. കാർലോസ് കിടപ്പറയിലേക്ക് നടക്കുകയായിരുന്നു. അതിനിടെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ദിനേശൻ ഭീതിയോടെ സെറ്റിക്ക് നേരെ നോക്കുന്നു. ഒരു നിമിഷം കാർലോസ് തറയിലേക്ക് വീണു. ആ സെക്കൻഡിൽ തന്നെ സെറ്റിയുടെ പിന്നിൽ നിന്നും റിവോൾവർ പിടിച്ച ഒരു കൈ പുറത്തേക്ക് വരികയും നിറയൊഴിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. ലക്ഷ്യം തെറ്റിയ ബുള്ളറ്റ് ഭിത്തിയിൽ തുളഞ്ഞു കയറി. ദിനേശ, ലൈറ്റ് ഓഫ് ചെയ്യ്! കാർലോസ് അലറി. ഞൊടിയിടയിൽ മുന്നോട്ട് കുതിച്ച അവൻ സ്വിച്ച് ഓഫ് ചെയ്തു. അതേ നേരത്തെ തന്നെ തന്റെ അരപ്പട്ടയിൽ നിന്നും റിവോൾവർ വലിച്ചെടുത്ത കാർലോസ് സെറ്റിക്ക് നേരെ ഉരുണ്ടു. കനത്ത ഇരുട്ടിൽ സെറ്റിക്ക് പിന്നിൽ നിന്നും ആരോ കുതിച്ചു ചാടുന്നതിന്റെ ചലനം കാർലോസ് അറിഞ്ഞു. തറയിൽ കിടന്നുകൊണ്ട് തന്നെ ഒന്ന് വട്ടം തിരിഞ്ഞ കാർലോസ് കാൽ വീശിയടിച്ചു. ഒരു ചാക്ക് കെട്ട് മറിയും പോലെ ആരോ തറയിലേക്ക് വീണു. കാർലോസ് അയാൾക്ക് മേലേക്ക് ചാടി വീണു. ഇരുളിൽ കനത്ത മൽപ്പിടുത്തം നടന്നു. എതിരാളി കരുത്തനാണെന്ന് കാർലോസിന് നിമിഷത്തിനുള്ളിൽ തന്നെ വ്യക്തമായി. ഇരുവരും പരസ്പരം ആയുധങ്ങൾ കൈവശപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതിനിടെ കാർലോസിന്റെ മുഖമടച്ച് താടനമേറ്റു. അയാൾ പതറിപ്പോയി. എതിരാളി അയാളെ തള്ളിമാറ്റി ചാടി എണീറ്റു. എന്നാൽ രക്ഷപ്പെടാൻ കഴിയും മുമ്പ് കാർലോസ് അയാളുടെ കാലിൽ പിടിച്ച് വലിച്ചു താഴെയിട്ടു. അനന്തരം അയാളുടെ മേലേക്ക് വീണ്ടും കുതിച്ചു വീഴുകയും റിവോൾവർ കൊണ്ട് തലയ്ക്ക് ആഞ്ഞൊരടി കൊടുക്കുകയും ചെയ്തു. ആ! അയാൾ അലറിക്കരഞ്ഞു. ലൈറ്റിട് ദിനേശ! കാർലോസിന്റെ അടുത്ത കൽപ്പന. മുറിയിൽ വെളിച്ചം വന്നു. കൊലയാളി തോക്കുയർത്തിയതും കാർലോസ് അത് തട്ടിത്തെറിപ്പിച്ചു. പിന്നെ അയാളുടെ ശിരസിന് നേരെ തോക്കു ചൂണ്ടി. ഡോണ്ട് മൂവ്! അയാൾക്ക് അനങ്ങാനായില്ല. ദിനേശ, ജീപ്പിന്റെ മുൻസീറ്റിൽ ഒരു ഹാൻഡ് കഫ് കിടപ്പുണ്ട്. ഇവന് വേണ്ടി തന്നെ ഞാൻ കരുതി വെച്ചിരുന്നതാണ്. എടുത്തുകൊണ്ടുവാ. ദിനേശൻ ഓടിപ്പോയി അത് എടുത്തുകൊണ്ടുവന്നു. ഡിപ്പാർട്ട്മെന്റ് വക പുതിയൊരു ജീപ്പായിരുന്നു അത്. കാർലോസ് കൊലയാളിയുടെ കൈകൾ പിന്നിലേക്ക് പിടിച്ച് തിരിച്ച് വിലങ്ങിട്ട് മുറുക്കി. അയാൾ കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാർലോസ് വേഗം അയാളുടെ കഴുത്തിൽ പരിശോധിച്ചു. സൈനൈഡ് മാലയോ മറ്റോ ഉണ്ടോ എന്നറിയാൻ. ഇല്ല. കാർലോസ് അയാളെ പിടിച്ചുയർത്തി സെറ്റിയിലേക്കിട്ടു. വാതിലടക്കി ദിനേശ! അവൻ അനുസരിച്ചു. പിന്നെ ഓടി വന്ന് കാർലോസിന്റെ കാൽക്കലേക്ക് വീണു. സാറ് പൊറുക്കണം, ഇയാൾ തോക്ക് ചൂണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു എന്നെ. അയാൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്കത് മനസ്സിലായി ദിനേശ. അനന്തരം കൊലയാളിയുടെ നേർക്ക് തിരിഞ്ഞു. നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. എന്നിൽ നിന്നും ദയയുടെ ഒരു കണിക പോലും പ്രതീക്ഷിക്കേണ്ട നീ. അതുകൊണ്ട് ചോദ്യങ്ങൾക്കെല്ലാം സത്യസന്ധമായ ഉത്തരം തന്ന അതിന്റെ നന്മ നിനക്ക് തന്നെയാണ്. അയാൾ മിണ്ടിയില്ല. കടിച്ചു കീറാനെന്ന ഭാവത്തിൽ സെറ്റിയിൽ ചാരിയിരുന്ന് കാർലോസിനെ നോക്കി. പറയടാ, നിന്റെ പേരെന്താ? അയാൾ അനങ്ങിയില്ല. അപ്പോൾ ആ മുഖത്ത് ഒരു പുച്ഛഭാവം നിറഞ്ഞു. ഒരു വട്ടം കൂടി കാർലോസ് ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും അയാൾ മൗനം. പിന്നെ ഒട്ടും വൈകിയില്ല. കാർലോസ് റിവോൾവർ നീട്ടിയതും ട്രിഗറിൽ വിരലമർത്തി. അയാളുടെ വലതുകാലിന്റെ തുടയിൽ ഒരു ദ്വാരം വീണു. അതുവഴി ചോര ചീറ്റി. അലറിക്കൊണ്ട് അയാൾ ചാടി എണീക്കാൻ ഭാവിച്ചു. കഴിഞ്ഞില്ല. അവിടേക്ക് തന്നെ വീണുപോയി. ഒരു തീയുണ്ട അസ്ഥിയിൽ തുളഞ്ഞിറങ്ങിയതുപോലെ അയാളുടെ വലതുകാൽ വിറകൊണ്ടു.
പറയടാ പേര്. ഒട്ടും മയമില്ലായിരുന്നു കാർലോസിന്റെ ശബ്ദത്തിന്. ഫ്രെഡി, ജോൺസൺ ഫ്രെഡി, അയാൾ പറഞ്ഞു. അത് നിന്റെ ഇപ്പോഴത്തെ പേര്, പണ്ടത്തെയോ? ജോൺസൺ. അത് ശരി. അപ്പോ കേരളത്തിൽ നിന്ന് ചാടിപ്പോയിട്ട് ദാദായുടെയും കൊലയാളിയുടെയും ഒക്കെ വേഷം കെട്ടിയതാ അല്ലേ? അയാൾ തലയനക്കി. അടുത്തിടെ 3 യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നത് നീയല്ലേ? അയാൾ സമ്മതിച്ചു. നീ ഈ പാലക്കാട്ട് വന്നത് എന്തിനാ? സാറിനെ കൊല്ലാൻ. അത് കേട്ട് കാർലോസ് ചിരിച്ചു. ആരാ അതിനെ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ആ ചോദ്യം കേട്ട് ജോൺസൺ ഫ്രെഡി പകച്ചു. പറഞ്ഞാൽ അവർ മൂവരും പ്രബലരാണ്. ചോദ്യം വീണ്ടും ഉണ്ടായില്ല. പകരം റിവോൾവർ ഒരു വട്ടം കൂടി ഗർജിച്ചു. ജോൺസൺ ഫ്രെഡിയുടെ ഇടതുകാൽ തുടയും തുളഞ്ഞു. കുത്താ! അയാൾ അലറി. കാർലോസ് അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് റിവോൾവറിന്റെ അഗ്രം കണ്ണുകൾക്കിടയിലാക്കി നെറ്റിയിൽ കുത്തി അമർത്തി. നിനക്ക് മരിക്കാൻ നേരമായിരിക്കുന്നു. ഇല്ല സാർ, എന്നെ കൊല്ലരുത്, ഞാനെല്ലാം പറയാം, അയാൾ യാചിച്ചു. കാർലോസിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. ദിനേശനാകട്ടെ എല്ലാം കണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കാർലോസ് മൊബൈൽ ഫോൺ എടുത്ത് നമ്പറുകൾ കുത്തി. അല്പം കഴിഞ്ഞപ്പോൾ അപ്പുറത്തു നിന്നും ശബ്ദം കേട്ടു. യെസ്, ചെന്താമരാക്ഷൻ. ഞാനാടോ, കാർലോസ്. അയ്യോ സാറോ, എന്താ സാറേ രാത്രിയിൽ വല്ല വിശേഷം? ഉണ്ടടോ, അതല്ലേ വിളിച്ചത്. മറ്റു പത്രത്തിലൊന്നും വരും മുമ്പ് തനിക്ക് ഞാൻ ന്യൂസ് തരികയാ. പേനയും പാഡും എടുത്ത് തയ്യാറായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ആ കില്ലറെ കിട്ടി. അവന്റെ പേര് ജോൺസൺ ഫ്രെഡി. ഇപ്പോ സാറിന്റെ അടുത്തുണ്ടോ? കാർലോസ് ഒറ്റ ചവിട്ടായിരുന്നു. ഫ്രെഡി നിലവിളിച്ചു. ഫോണിലൂടെ ചെന്താമരാക്ഷൻ ശബ്ദം കേട്ടു. ഉണ്ടെന്ന് മനസ്സിലായി സാറേ. ശരി, അപ്പോ പിന്നെ വിളിക്കാം. മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ട് കാർലോസ് ഫ്രെഡിയുടെ നേരെ വീണ്ടും തിരിഞ്ഞു. കമ്മീഷണർ ഡേവിഡ് എബ്രഹാം ആകെ അസ്വസ്ഥനായിരുന്നു. ഈ രാത്രി കൂടെ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അമൃത എക്സ്പ്രസിന് ഞാനെങ്കിലും അങ്ങ് പോയേനെ. രാവിലെ തിരുവനന്തപുരത്ത് എത്തിയേനെ. നിങ്ങൾ പിന്നെ സാവധാനം കാറിലങ്ങ് വന്നാൽ മതിയായിരുന്നു. അതിനെന്താ, നമുക്ക് നേരം പുലരുമ്പോൾ തന്നെ തിരിച്ചു വിട്ടേക്കാം. ഈ രാത്രിയെങ്കിലും ആ കാർലോസിന്റെ മരണവാർത്ത കേൾക്കാനായാൽ ശവം കൂടി ഒന്ന് കണ്ടിട്ട് മടങ്ങാമെന്നേ ഞാൻ കരുതിയുള്ളൂ, അബ്കാരി നരേന്ദ്രൻ പറഞ്ഞു. അവരുടെ മുന്നിൽ ടീപ്പോയിൽ 3/4 ഭാഗത്തോളം തീർന്ന മദ്യക്കുപ്പിയും ആഹാര സാധനങ്ങളും ഉണ്ടായിരുന്നു. MLA ശശാങ്കൻ ഗ്ലാസിൽ ശേഷിച്ചതും വായിലേക്ക് കമഴ്ത്തി. പുറത്ത് ചില വാഹനങ്ങൾ ബ്രേക്ക് ഇടുന്ന ശബ്ദം കേട്ടു. നരേന്ദ്രൻ വീണ്ടും ഗ്ലാസുകളിലേക്ക് മദ്യം പകരുകയായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടി. ഏത് പട്ടിയുടെ മോന ഈ മുതുവാതിരാത്തിക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ കുപ്പി ടീപ്പോയിൽ വെച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു. എന്നാൽ സർപ്പദംശനമേറ്റതുപോലെ ഞെട്ടി പിന്നോക്കം മാറി. കാർലോസ് അകത്തേക്ക് കടന്നു വന്നു. മുറിയാകെ ഒന്ന് നോക്കി. ആഹാ, നല്ല നേരത്താണല്ലോ ഞാൻ വന്നത്. എനിക്കും കൂടി ഒരു ഗ്ലാസ് വെച്ചോ. നിനക്കെന്താടാ ഇവിടെ കാര്യം? കോപത്തോടെ ഡേവിഡ് എബ്രഹാം ചാടി എണീറ്റു. നിനക്ക് ഗ്ലാസ് അല്ലടാ, ഞങ്ങൾ കൊള്ളി വെക്കാനാ പോകുന്നത്. അത് മനസ്സിലായതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറഞ്ഞതും കാർലോസ് കൈവീശി ഒറ്റയടിയായിരുന്നു. ഡേവിഡ് എബ്രഹാം കിടക്കിലേക്ക് വേയിച്ചു വീണു. അവിടെ നിന്ന് ചാടി എണീറ്റ അയാളെ പിന്നെയും കാർലോസ് ചവിട്ടി വീഴ്ത്തി. ഏയ്, എന്ത് പോകൃത്തരമാ താനീ കാണിക്കുന്നത്? MLA ശശാങ്കൻ കാർലോസിനെ പിടിച്ചു മാറ്റുവാൻ ഭാവിച്ചു. കാൽമുട്ട് മടക്കി അടിവയറ്റിൽ ഒറ്റ ഇടിയായിരുന്നു കാർലോസിന്റെ മറുപടി. അമ്മേ! അയാൾ നിലവിളിച്ചു പോയി. ഒരു MLA ആടാ നീ തല്ലിയത്. ഇതിന്റെ ഫലം നീ അനുഭവിക്കും. പറഞ്ഞു നിർത്തും മുമ്പ് കാർലോസിന്റെ ചുരുട്ടിയ കൈത്തലം അയാളുടെ നെഞ്ചിൽ ഊക്കോടെ പതിഞ്ഞു. MLAക്ക് ശ്വാസം ഇലങ്ങി. അബ്കാരി നരേന്ദ്രൻ പിന്നിൽ നിന്ന് കാർലോസിനെ അടിച്ചു. അയാൾ വെട്ടിത്തിരിഞ്ഞു. ഞൊടിയിടയിൽ നരേന്ദ്രനെ പിടിച്ചുയർത്തി തലയ്ക്ക് മുകളിൽ ഒന്ന് വട്ടം ചുഴറ്റിയിട്ട് ഉടഞ്ഞ കുപ്പിയുടെ മുകളിലേക്ക് എറിഞ്ഞു. തന്നെ ഒന്നിച്ചാക്രമിച്ച ഡേവിഡ് എബ്രഹാമിനെയും ശശാങ്കനെയും കാർലോസ് അടിച്ചു ചിതറിച്ചു. 10 മിനിറ്റോളം കാർലോസിന്റെ താണ്ഡവമായിരുന്നു ആ മുറിക്കുള്ളിൽ. ബഹളങ്ങൾ കേട്ട് ഓടിയെത്തിയ റെസ്റ്റ് ഹൗസ് ജീവനക്കാരെയും മറ്റ് ജീവനക്കാരെയും വാതിൽക്കൽ കരുതലോടെ നിൽക്കുകയായിരുന്ന CI സമദിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. അവസാനം സമദ്! മുറിക്കുള്ളിൽ നിന്നും കാർലോസിന്റെ ഒച്ച. CIയും പോലീസുകാരും അകത്തേക്ക്. MLAയും കമ്മീഷണറും അബ്കാരിയും എണീക്കാൻ കഴിയാതെ കിടക്കുന്നു. അറസ്റ്റ് ഹിം, ദാറ്റ് ബാസ്റ്റേർഡ്സ്! അയാൾ കൈ ചൂണ്ടി.
പ്രോട്ടോകോൾ ഒന്നും നോക്കണ്ട, ഞാൻ പറയേണ്ടവരോട് മറുപടി പറഞ്ഞോളാം. 3 പേരുടെയും കൈകളിൽ വിലങ്ങ് വീണു. ഡേവിഡ് എബ്രഹാം അണപ്പല്ലുകൾ കടിച്ചമർത്തി. നിങ്ങൾ അയച്ച ആ കൊലയാളി എന്റെ പക്കലുണ്ട്, ഏറ്റവും അവസാനമാണ് കാർലോസ് പറഞ്ഞത്. അത് കേട്ട് അവർ മൂവരും കിടുങ്ങി. പോലീസുകാർ അവരെ പുറത്തേക്ക് വലിച്ചിഴച്ചു. ഏറ്റവും അവസാനം കാർലോസും മുറിയിൽ നിന്നിറങ്ങി. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം. നന്ദി.